നല്ലൊരു വരിക്കച്ചക്ക. ഇത് ഞാൻ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതാണ്. അത് ശരിക്കും വലിയൊരു ചക്കയാണ്. അടുത്തിട്ടപ്പോൾ അത് പൊട്ടിപ്പോയി. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് നമുക്കത് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് മുറിക്കാൻ പോവാണേ. മുറിക്ക് മുറിക്കുകയാണേ. നല്ലൊരു വിളഞ്ഞു പോയി തോന്നുന്നല്ലേ. കണ്ടോ, നല്ല അടിപൊളി വിളഞ്ഞ ചക്കയാണ്. പിന്നെ ഓരോ പൊട്ടിപ്പോയി. ഇത് പിടിച്ചേ വെച്ചാൽ നല്ല സൂപ്പർ ചക്ക. ഇത് വരിക്കയാണ്. എല്ലാം മുറിച്ചിടുക. ഇതിനകത്തുനിന്ന് ഓരോ ചോളം. ഇതെന്ന് പറഞ്ഞാൽ ഒരു 50 കിലോയെങ്കിലും വരും. നല്ല വെയിറ്റുള്ള ചക്കയായിരുന്നു. കണ്ടോ, ഇതുപോലെ പറിച്ചെടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 2 സൈഡ് ഇവിടെ നല്ല കട്ടിയുള്ള ഇതാണ്, അതും കട്ട് ചെയ്ത് കളയുക. അതിൻ്റെ ഇവിടെയും കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇത് നടുക്കൂടെ ഇങ്ങനെ ഇതാക്കി എടുക്കുക. അതുപോലെ ഇതെല്ലാം അങ്ങനെ തന്നെ ചെയ്യുക. ഇതിപ്പം ഞാൻ വറുക്കാനായിട്ട് എടുക്കുകയാണ്. 2 സൈഡും പോക്കിയിട്ട് 2 സൈഡ് നല്ലതായിട്ട് ചെത്തിക്കളയണം. എന്നിട്ട് വേണം നമ്മളത് ഇതുപോലെ 2 സൈഡും എന്നിട്ട് ഇതുപോലെ ഉണ്ടോ, ഇതുപോലെ എല്ലാം എടുത്തിട്ട് ഇതുപോലെ ചെയ്യണം. എന്നിട്ട് ഇത് വറുക്കാനായിട്ട് അരിയണം. ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് ഞാൻ കുറച്ചെടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇതെങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് കുറച്ചെടുത്ത് ഒന്ന് വറുത്ത് നോക്കുക. നല്ല ക്രിസ്പി ആവുമെന്നോ, ചിലപ്പോഴാണെങ്കിൽ അങ്ങ് ഒരുമാതിരി പഞ്ഞി പോലെ അങ്ങ് ആയിപ്പോവും. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ളത് എടുക്കുന്നുള്ളൂ. നമുക്കറിയാൻ പറ്റത്തില്ല. വറുത്ത് നോക്കാമേ. വലിയ കുഴപ്പമില്ല കേട്ടോ. നല്ല സൗണ്ട് വരും. ഇത് നമ്മൾ വറക്കപ്പോഴാണെങ്കിൽ നല്ലൊരു സൗണ്ട് കേൾക്കുവേ. മൂത്ത് വരാറാവുമ്പോൾ. അന്നേരം ഇതുവരെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു.
ഞാൻ വളരെ കുറേശ്ശെ വീതം മാത്രമേ ഇടുന്നുള്ളൂ. അതിൻ്റെ ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ മിക്സ് ചെയ്ത് മൂക്കാറാവുമ്പോൾ നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാമേ. ഇങ്ങനെ കോരിയെടുക്കാമേ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട്. ആദ്യമാണെങ്കിൽ വറുത്തപ്പം നല്ലതായിട്ട് മൊരിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് പിന്നെ കുറച്ചുകൂടെ നൈസാക്കി അരിഞ്ഞ് വറുത്തു. അപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് അതിനകത്ത് വെള്ളം കയറും. അന്നേരം നമ്മളൊന്ന് ചെയ്യേണ്ടത് കുറച്ചുകൂടെ നൈസായിട്ട് അരിഞ്ഞ് വറക്കുക. നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നവർ എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേണേ, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്. ഓക്കെ, താങ്ക് യു.